വെൽക്കം ടു ലൈജാൻസ്. നമ്മുടെ ഇന്നത്തെ ഓർണമെന്റ്സ് വീഡിയോയ്ക്കകത്ത് നല്ല സ്പെഷ്യൽ ആയിട്ടൊരു സെമി പേൾ ഐറ്റം ആണ് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ കെട്ടിയെടുത്തേക്കുന്നത് തന്നെയാണ്, കാണാൻ നല്ല വെറൈറ്റി ലുക്കുള്ള ഒരു ഐറ്റം കേട്ടോ. ഇതിന് കമ്മലും കൂടെ തന്നെ വരുന്നുണ്ട്. അത്യാവശ്യം ലെങ്ത് ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കട്ടെ. ഇതുപോലെ 7 പിടി 8 പിടി എടുത്തുണ്ട് കേട്ടോ. നമുക്ക് ആ ഒരു സാരിയുടെ പ്ലീറ്റ് ഒക്കെ ഇടുമ്പോൾ അതിൻ്റെ തൊട്ട് താഴെ നിൽക്കാൻ പാകത്തിനുള്ള ഒരു ലെങ്ത് കിട്ടും. അപ്പോൾ ഇതിന് എക്സ്ട്രാ ചെയിനും കൊടുത്തിട്ടുണ്ട്. ഇതും ഡെയിലി യൂസ് നമ്മൾ പറയുന്നില്ല, കാരണം ഇതൊക്കെ ആ ഒരു വലിയ റേറ്റ് വരുന്നതല്ല. സിമ്പിൾ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന മോഡലാണ്. കമ്മൽ കണ്ടല്ലോ അല്ലേ, ഇതുപോലെ ചെറിയൊരു ഹാങ്ങിങ് പാറ്റേൺ ആണ് കമ്മലിന് കൊടുത്തേക്കുന്നത്. ഇതുപോലെ ബാക്ക് സൈഡ് സാറിന് വരുന്ന പോലെ തന്നെ ഇതിൻ്റെ ഡിസൈൻ കണ്ടല്ലോ അല്ലേ. പിന്നെയുള്ളതൊക്കെ ഞാൻ ആ ബോർഡെ വെച്ച് തന്നെ കാണിക്കാതെ. അപ്പോൾ ഇതാണ് മാലയുടെ ഫസ്റ്റ് ഡിസൈൻ വരുന്നത്. സെയിം ഈ ഒരു പേൾ യൂസ് ചെയ്തിട്ട് തന്നെയാണ് ആ കമ്മലും കൊടുത്തേക്കുന്നത് കേട്ടോ. ഭയങ്കര റീസണബിൾ പ്രൈസ് ആണ്. നമ്പർ 6341, റേറ്റ് 480 രൂപ മാത്രമേ ഉള്ളൂ. ഫോറെക്സ്. രണ്ടാമത്തെ ഡിസൈൻ ഇതാ കേട്ടോ. വലിയ വേരിയേഷൻ ഇല്ല. മുമ്പേ കാണിച്ചതിൻ്റെ അകത്ത് ഈ ഒരു ടൈപ്പ് ഒരു ഡിസൈൻ ഇല്ലായിരുന്നു. ഒരു ബീഡ്സ് ഇതല്ലേ, ഈ ബീഡ്സ് മുമ്പത്തേലില്ലായിരുന്നു. വേറെ വലിയ വ്യത്യാസമില്ല, കളർ കോമ്പിനേഷൻ ഡിഫറെൻ്റ് ആണെന്നുള്ളതേ ഉള്ളൂ. സെയിം ലെങ്തും കാര്യങ്ങളുമാണ്. എക്സ്ട്രാ ചെയിൻ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. ഡെയിലി യൂസിന് പറ്റത്തില്ല. സെമി പേളാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് കൂടുതലും ഇങ്ങനത്തെ മോഡലൊക്കെ സെമി ആയിട്ട് തന്നെയാട്ടോ ഐറ്റംസ് വരുന്നത്. കാരണം റേറ്റ് വെച്ച് നിങ്ങൾ നോക്കിയാൽ മതി. കാരണം ആ ഒരു റേറ്റിൻ്റെയും പണിയുടെ ഒക്കെ അനുസരിച്ചാണ് വില വ്യത്യാസം വരുന്നത്. ഇതിൻ്റെ കമ്പനി കാണാൻ നല്ല രസമില്ലേ, നല്ല ഇങ്ങനെ ഹാങ്ങിങ് പാറ്റേണിൽ വരുന്നത്. ഞാൻ എപ്പോഴും ഇങ്ങനത്തെ സൈസൊക്കെ എപ്പോഴും ഇടാറുണ്ട്. നല്ല രസമാണ്. ഇങ്ങനെ പേൾ കൂടിയിട്ടുള്ള കമ്പനി ഇട്ട് കാണാൻ നല്ല. ഇങ്ങനെ സെപ്പറേറ്റ് വേറെ കൂടെ ആണല്ലോ ഇടാൻ പറ്റും. ഇതൊക്കെ ആ ഒരു യൂസ് ചെയ്തേക്കുന്ന ബീഡ്സ് ഒക്കെ കുറച്ച് വെറൈറ്റി ലുക്കാട്ടോ. ഇങ്ങനത്തെ ബീഡ്സാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ നമ്പർ വരുന്നത് 6339, ചെറിയ റേറ്റ് വ്യത്യാസം 490 49. അടുത്ത ഡിസൈൻ ഇതാട്ടോ. ചെറിയ ചെറിയ വേരിയേഷനേ ഉള്ളൂ. കളർ കോമ്പിനേഷൻ ചെറുതായിട്ട് വ്യത്യാസം വരും. ഇതിലിങ്ങനെ ഇതാണ് കളർ കോമ്പിനേഷൻ വരുന്നത്. ഒരു സൈഡിൽ കുറച്ച് വൈലറ്റ്, ഒരു സൈഡിൽ ഗ്രീൻ്റെ ഷെയ്ഡ്, ഒരു പേസ്റ്റൽ ടൈപ്പ് കോമ്പിനേഷൻ ആണ്. വൈറ്റിൻ്റെ ആ ഒരു വൈറ്റ് യൂസ് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾക്ക് പേളിൽ വൈറ്റ് ഒക്കെ യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ സ്ഥിരം ഇത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കമ്പനി ഞാൻ ഇത് ഫസ്റ്റ് കാണിച്ചതുമായിട്ട് കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾ നോക്കിയാൽ മതി. നിങ്ങൾക്ക് പെട്ടെന്ന് ഏതാണ് ഇഷ്ടപ്പെടുന്നത് അതിന് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരിക. എപ്പോഴും സ്ക്രീൻഷോട്ട് എടുക്കുമ്പം സൈഡിലത്തെ ബാർകോഡ് കറക്റ്റായിട്ട്, അതായത് ആ വോളിയത്തിൻ്റെ ഇതൊന്നും കിട്ടാത്ത രീതിയിൽ ബാർകോഡ് കറക്റ്റ് ക്ലിയർ ആയിട്ട് കാണുന്ന രീതിയിൽ വേണം ഇത് ഫോട്ടോ അയക്കാൻ. കാരണം ഇത് എന്താണെന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഡിറ്റക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് അവൈലബിലിറ്റി കിട്ടുന്നത് ഓട്ടോമാറ്റിക് ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് ആ ഒരു ഇത് ക്ലിയർ ആയിട്ട് വേറെ അതിൻ്റെ തടസ്സങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ വേണം സ്ക്രീൻഷോട്ട് എടുക്കാൻ കേട്ടോ. അപ്പോൾ അത് ഏകദേശം അങ്ങനെ തന്നെയാണ് ഞാൻ വെക്കുന്നത്. മിക്കവാറും എല്ലാവരും സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ കുറച്ച് പേർക്ക് ആ ഒരു ഞാൻ പറയുന്നത് ചിലപ്പം കേൾക്കാത്തതുകൊണ്ടായിരിക്കും. ആ ഒരു കറക്റ്റായിട്ട് കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് അവൈലബിലിറ്റി കിട്ടും. നിങ്ങൾക്ക് തന്നെ ആ ഒരു പെട്ടെന്ന് അതിൻ്റെ ഇത് അറിയാൻ വേണ്ടിയിട്ടാണ്. വിത്തിൻ 1 മിനിറ്റിൽ തന്നെ നിങ്ങൾക്ക് അവൈലബിലിറ്റി കിട്ടും. പിന്നെ പേയ്മെൻറ്റ് പെട്ടെന്ന് തന്നെ ചെയ്ത് തന്നാൽ മതി. ഇതിൻ്റെ നമ്പർ 6340, ഇതിൻ്റെ പ്രൈസ് 480 ആണ്. ഫോറെക്സ്. അടുത്ത് വരുന്നത് ഇതാട്ടോ കോമ്പിനേഷൻ. ഇങ്ങനത്തെ ഈ ബ്ലാക്കിൽ നിങ്ങൾക്ക് നേരിട്ട് അതിൻ്റെ ഭംഗി കുറച്ചുകൂടെ രസമാട്ടോ. ഇതിൻ്റെ അകത്ത് ആ ഒരു ബോഡി കളറുമായിട്ട് വരുമ്പോൾ ഏകദേശം കളർ നല്ലതായിട്ട് കിട്ടുന്നുണ്ട്. ഇതുപോലെ ഒരു പേസ്റ്റൽ ഗ്രീൻ ആൻഡ് പീച്ചിൻ്റെ കോമ്പിനേഷനാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബാക്കി സൈഡിലത്തെ ചെയിൻ വരുന്നത്. വലിയ വേരിയേഷനിൽ ചെറുതായിട്ട്. പിന്നെ ഇതിൻ്റെ കമ്മൽ കണ്ടില്ലേ, ഇച്ചിരി ലെങ്ത്ത് കിട്ടുന്ന സൈസ്, നല്ല രസമുള്ള ഐറ്റമാണ്. അപ്പോൾ ഇതും കാണാൻ നല്ല ഭംഗിയുണ്ട്. ലെങ്ത് ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആട്ടോ. ഞാൻ ഫസ്റ്റ് കാണിച്ചിട്ട് ഓൾമോസ്റ്റ് സെയിം ഒരു 7 പിടിയൊക്കെ കണക്ക് കൂട്ടിയാൽ മതി. അതായത് നമ്മുടെ നോർമൽ 6 പിടി എന്ന് പറയുന്നത് കഴുത്തിനോട് ചേർന്ന്, ഒത്തിരി ചേർന്നല്ല, സാധാരണ നമ്മൾ ഇടുന്ന ഒരു ലെങ്ത്തിൽ അതിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന ലെങ്ത് ആയത്. അതായത് സാരി പ്ലീറ്റ് ഒക്കെ എടുത്തിട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ആ പ്ലീറ്റിൻ്റെ തൊട്ട് ആ ഒരു ഇതിന് ചേർന്ന് നിൽക്കും. അപ്പോൾ ആ ലെങ്ത്തിൽ വരുന്ന ഐറ്റം കേട്ടോ. ഇതിൻ്റെ നമ്പർ വരുന്നത് 6343, ഇതിനും പ്രൈസ് 480 ആണ്. ഫോറെക്സ്. ലാസ്റ്റ് കോമ്പിനേഷൻ വരുന്നത് ഇതൊരു ലൈറ്റ് പർപ്പിൾ മിക്സ് ആയിട്ടുള്ള ഷെയ്ഡാണ്. ഇതല്ലേ മാറി മാറി വരും. ഒരു സൈഡിൽ കുറച്ച് വൈറ്റ് ഫിനിഷ്, ബാക്കി സൈഡിൽ ചെറുതായിട്ടൊരു പിങ്കിൻ്റെ ടോൺ. ഇതൊക്കെ നമുക്ക് കറക്റ്റ് ആ ഒരു കളർ ഷെയ്ഡിൽ ഇടണ്ട കേട്ടോ. ഇങ്ങനത്തെ മോഡലെല്ലാം കോൺട്രാസ്റ്റിലാണ് കുറച്ചുകൂടി ഭംഗി കാണാനായിട്ട്. ഈ ഷെയ്ഡൊക്കെ കുറച്ച് രസമുള്ള കളേഴ്സാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് അതിനെ കാണാൻ പറ്റുന്നുണ്ടോ? ഇതിൻ്റെ നേരിട്ട് കാണാൻ ഈ ഒരു ബീഡ്സിനൊക്കെ ഒരു പ്രത്യേക രസമാണ് കേട്ടോ. കുറച്ച് ചെറിയ ഗ്ലേസിംഗ് ഒക്കെ ആയിട്ട്. പിന്നെ ഫോട്ടോ ആയിട്ട് ഞാൻ സൈറ്റിൽ കൊടുത്തേക്കാം. നമുക്ക് ആ ഒരു എല്ലാത്തിൻ്റെ ഫോട്ടോ, അതായത് അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം തന്നെ സൈറ്റിൽ ഫോട്ടോ കാണും. നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് നോക്കിയിട്ട് ബൈ നൗ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതും ഇതുപോലെ തന്നെ 1 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് അവൈലബിലിറ്റി ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കമ്മൽ വരുന്നത്. നല്ല ഭംഗിയുള്ള ഐറ്റം കേട്ടോ. ഇതൊക്കെ വലിയ റേറ്റ് വരുന്നതല്ല. നമുക്ക് സാരിയുടെ കൂടെയൊക്കെ മാറി മാറി ഉപയോഗിക്കാം. നല്ല ഐറ്റംസാണ്. സാരി എന്നില്ല കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് ആ ഒരു ഡ്രസ്സിന് മാച്ച് ചെയ്യുന്നത് നിങ്ങളുടെ ഒരു ഐഡിയ അനുസരിച്ച് അങ്ങ് ഇട്ടാൽ മതി. ഇതിന് ബാക്ക് ചെയിൻ കൊടുത്തിട്ടുണ്ട്. കുറച്ചൊരു 6 പിടിയാക്കി കുറച്ച് ലെങ്ത് കയറ്റി, അതായത് കഴുത്തിനോട് ചേർന്ന് കിടക്കുന്ന രീതിയിൽ ഇടണമെങ്കിൽ അങ്ങനെ ഇടാം. പിന്നെ ഇതാണ് ഇതിൻ്റെ കൊളുത്ത് വരുന്നത്. കൊളുത്ത് ഈ ടൈപ്പ് കൊളുത്തുകൾ കാണിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, ജസ്റ്റ് ലോക്കിന് ചിലപ്പോൾ ഒരു പിടുത്തം ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കടിച്ചൊന്ന് ഓപ്പൺ ചെയ്താൽ മതി. കാരണം ആദ്യത്തെ ഒരു പിടുത്തമായിരിക്കും അത് കഴിഞ്ഞ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അടുപ്പിച്ച് കഴിഞ്ഞാൽ ഓക്കെ ആവും.
പിന്നെ ചിലത് ചെറിയൊരു പിടുത്തമൊക്കെ കാണും കേട്ടോ. അത് എന്നാലും നമുക്ക് ഇടാൻ പറ്റും. ഇത് ആ ചേർത്ത് കൊളുത്തവിടെ കയറി കിടന്നിട്ട് ഇടാൻ പറ്റുന്നുണ്ടോന്നുള്ളത് നോക്കിയാൽ മതി. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് വിടുന്നത്. ഇനി എങ്ങാനും മറന്നു പോയെങ്കിലേ ഉള്ളൂ കേട്ടോ. ചിലപ്പോൾ ഇങ്ങനെ ചെക്ക് ചെയ്യാനൊക്കെ മറന്നു പോയെങ്കിൽ